അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ പടം റിവ്യൂ കണ്ടപ്പോൾ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു പാട്ടിനെ കുറിച്ച്. ഭയങ്കര ഹൃദ്യമായ വരികളും നല്ല വരികളാണ്. കവി DK ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പാട്ടും ഭയങ്കര ടച്ചിങ് ആണെന്ന് എല്ലാവരും പറഞ്ഞത്. ജോസി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പൂരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ വിട്ടുപോയല്ല, പാട്ട് പ്രഷർക്കായിട്ട് പാട്ട് നമ്മൾ ഇട്ട് ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിന്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജോസി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ സിനിമ അവസാനിക്കുന്ന ക്രോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതായത് പരിചരണ വിടവ് നികത്തുക. കഴിഞ്ഞ വർഷത്തെ ലോകാരോഗ്യ സംഘടന 2024 ലോകാരോഗ്യ സംഘടനയുടെ ടൈറ്റിൽ അതായിരുന്നു ക്രോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് നികത്തുക. ഉള്ളവരും ഇല്ലാവരും, ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഉള്ളവരും ഇല്ലാത്തവരുടെ തമ്മിലുള്ള വിടവ് നികത്തുക. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഈ ഡോക്ടർ നടക്കുന്ന സന്ദേശം, ഡോക്ടർ അഭിനയിച്ച മോഹൻ സാർ നടക്കുന്ന സന്ദേശത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. കാര്യം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് സാധാരണ ഇങ്ങനെ നിർദ്ധനായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും കേരളത്തിന്റെ ഒരു മാതൃകയാണെന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു സന്ദേശം പറയുന്നത്. അപ്പൊ അത് ആ സന്ദേശമാണ് നമ്മുടെ സിനിമ തീരുന്നെടുത്ത് വരുന്നത്. 2024 ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് ഹോസ്പിറ്റൽ. അതാണ് സിനിമ, അതാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോൾക്ക് സിനിമയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് മോളുടെ പ്രായത്തിൽ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൊക്കൂടിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ സിനിമ കേട്ടപ്പോൾ ഏറ്റവും ആദ്യം ഇത് ചെയ്യാം, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരുന്നു? പ്രത്യേകിച്ചില്ല, കാരണം ഞാൻ ഇതിലേക്ക് സെലക്ട് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റൊക്കെ അല്ലേ, ഇവരുടെ സപ്പോർട്ട് കാരണമാണ് അത് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടപ്പോൾ പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ സിനിമയിൽ ഒത്തിരി മെസ്സേജുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ലൈഫിലേക്ക് ഇപ്പൊ കയറുകയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചോ? ഈ സിനിമ എന്താ സംസാരിക്കുന്നതിനെ കുറിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചോ? അവര് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ടച്ചിങ് സോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു. ഞാനൊക്കെ സ്റ്റോറി ഇതാണ്, നിങ്ങൾക്ക് കണ്ട എന്തായാലും നിങ്ങൾ മൗനായിട്ട് കാണും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്തായാലും അറിഞ്ഞിട്ടേ കാണണം എന്നൊക്കെ പറഞ്ഞ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഈ സിനിമ നമ്മുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് വനിതാ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അതിൻ്റെ സംഗീതവും അതിൻ്റെ പാട്ടും ഒക്കെ ഇടുമ്പോൾ ഒരു ഫീൽ കൊണ്ടുപോകും, ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കണ്ണ് ഈ കുഞ്ഞിൻ്റെ അഭിനയം കാരണം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട്. സിനിമ ഇപ്പൊ ഒരു മികച്ച പരിസ്ഥിതി ചിത്രം എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് നേടി. അങ്ങനെയുള്ള ഒരു അംഗീകാരം അല്ലാതെ ചിലപ്പോ തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പടങ്ങൾ മിക്കതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബോധവാനായിരുന്നോ ഈ സിനിമ എടുക്കുമ്പോൾ? അല്ലെങ്കിൽ ഇപ്പൊ അതിന് ശേഷം ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ്? സാമ്പത്തികത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഈ പടം ചെയ്യണം, ബൈജു സാറ് കഥ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്കിത് എങ്ങനെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികം ഞങ്ങളങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഈ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമായി. കൂടുതൽ അവാർഡുകളൊക്കെ വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നു. സന്തോഷമാണ് തോന്നിയത്.